നമുക്കിനി ഗ്രേഡിയന്റ് ഡിസൈനിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അതിന്റെ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ അൽഗോരിതത്തിന്റെ സ്റ്റെപ്സ് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഡെറിവേഷൻ ഇല്ല സിലബസിൽ പഠിക്കാം. സോ സ്റ്റെപ്സ് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അതിനുശേഷം നമുക്ക് അൽഗോരിതം വെച്ചിട്ടൊരു പ്രോബ്ലം കൂടെ നോക്കാം. ഫസ്റ്റ് ഇപ്പൊ ഈ സിമ്പിൾ പ്രോബ്ലം ഞാൻ ഇതിപ്പോ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിന്റെ ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കാം. ഗ്രേഡിയന്റ് ഡിസൈൻ ഇറ്റ് ഈസ് ആൻ ഒപ്റ്റിമൈസേഷൻ അൽഗോരിതം ടു ഫൈൻഡ്, നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മളത് പറഞ്ഞു. ടു ഫൈൻഡ് ദ മിനിമം ഓഫ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷന്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രേഡിയന്റ് ഡിസൈൻ യൂസ് ചെയ്യുന്നത്. ഒരു റാൻഡം പോയിന്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുവാണ് ചെയ്യുന്നത് ടു റീച്ച് ദ ഗ്ലോബൽ മിനിമം. ഓക്കെ, നമുക്ക് നോക്കാം അതിന്റെ ഒരു എക്സാമ്പിൾ. നമുക്കൊരു ഫംഗ്ഷൻ തന്നിരിക്കുകയാണ് y ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ. അതാണ് അതിന്റെ ഗ്രാഫ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റാൻഡം പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു -3യിലാണ്. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് 0 ആണ്. 0 ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവും റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവും, മുകളിലോട്ട് പോസിറ്റീവ്, താഴോട്ട് നെഗറ്റീവ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കോർഡിനേറ്റ്സ് ആക്സിസ് എങ്ങനെയാണ് വരുന്നത്. നമ്മളൊരു റാൻഡം പോയിന്റ്, നമ്മുടെ ഗ്രാഫ് എക്സ് പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ ആണ്. അതായത് നമുക്ക് എപ്പോഴും വൈയുടെ പോസിറ്റീവ് ഡയറക്റ്റ്, ഇത് സ്ക്വയർ ആണ് വരുന്നത്. ഇവിടെ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും വൈയുടെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് തന്നെയായിരിക്കും. അതുകൊണ്ട് ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു യു ഷേപ്പിലാണ് വരുന്നത്. ഇതായിരിക്കും നമ്മുടെ ഗ്രാഫ്. സോ ഓക്കെ, നിങ്ങൾക്ക് ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എക്സിന് കുറച്ച് റാൻഡം വാല്യൂസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു ഷേപ്പിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഗ്രാഫ് കിട്ടുന്നത്. ഓക്കെ, നമുക്കിനി നോക്കാം. നമ്മൾ -3 എക്സ് ഇസ് ഈക്വൽ ടു -3 ആണ് നമ്മൾ റാൻഡം പോയിന്റ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്തു. നമ്മൾ ഗ്രേഡിയന്റ് ഡിസൈൻ പഠിച്ചതനുസരിച്ച് നമുക്ക് എങ്ങോട്ട്, നമ്മൾ താഴോട്ടാണ്, അതായത് നമ്മൾ റെഡ്യൂസ് ചെയ്ത വാല്യൂ നെഗറ്റീവ് സൈഡിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ചെന്ന് നെഗറ്റീവ് സൈഡിലേക്ക് ചെന്ന് അവസാനം നമ്മൾ ഈ ഒരു -5 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിച്ചേരുവാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ടാർഗറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് പോയിന്റ്സ് നമ്മൾ റെഡ്യൂസ് ചെയ്തായിരിക്കും വരുന്നത്. അപ്പൊ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റാൻഡം പോയിന്റ് ചൂസ് ചെയ്യുക. ദെൻ ഫൈൻഡ് ദ ഗ്രേഡിയന്റ് ഓഫ് ദ ഫംഗ്ഷൻ. ഗ്രേഡിയന്റ് ഞാൻ പറഞ്ഞായിരുന്നു. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മുടെ y ആണ് നമ്മുടെ ഫംഗ്ഷൻ. സോ നമ്മൾ y നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു dy/dx. വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? 2 ഇൻറ്റു എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. സോറി, അത് എക്സ് അല്ല കേട്ടോ. 2 ഇൻറ്റു എക്സ് പ്ലസ് 5 എന്നാണ് വരുന്നത്. ഞാനത് അറിയാണ്ട് എഴുതിയതാണ് എക്സ് എന്നുള്ളത്. സോ 2 ഇൻറ്റു എക്സ് പ്ലസ് 5, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. 2 ഇൻറ്റു എക്സ് പ്ലസ് 5 എന്ന് വരും. അതൊന്ന് നിങ്ങൾ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. 2 ഇൻറ്റു എക്സ് പ്ലസ് 5 ആണ്. ഒരു കറക്ഷൻ ഉണ്ട് അവിടെ. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തോളാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം സ്റ്റെപ്പ് 1 നമ്മൾ റാൻഡം പോയിന്റ് ചൂസ് ചെയ്യുന്ന ഡെറിവേറ്റീവ് കണ്ടുവെക്കുന്നു. സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്യുന്നത് നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. കാര്യം ഇൻ ഒപ്റ്റിമൈസേഷൻ വി ടിപ്പിക്കലി വാണ്ട് ടു മിനിമൈസ് എ ലോസ് ഫംഗ്ഷൻ. എന്തുകൊണ്ട് നെഗറ്റീവിലേക്ക് പോകുന്നു എന്നുള്ള റീസൺ ഞാൻ ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. ഒപ്റ്റിമൈസേഷനിൽ നമ്മൾ ചെയ്യുന്ന എന്താണ്? നമ്മുടെ കോസ്റ്റ് ഫംഗ്ഷൻ അല്ലെ നമ്മുടെ ലോസ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? മിനിമൈസ് ചെയ്യാനാണ്. സോ മിനിമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ വാല്യൂ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്നത്, മറ്റൊന്നുമില്ല. ഓക്കെ, ദെൻ നമ്മൾ ഒരു ലേണിംഗ് റേറ്റ് ചൂസ് ചെയ്യുന്നു. ലേണിംഗ് റേറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്ന 0.01 ആണ്. ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ചൂസ് ചെയ്യുന്ന സ്റ്റെപ്പിന്റെ സൈസ് എത്ര വെച്ചിട്ടാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന 0.01. എന്നിട്ട് 2 ഐട്രേഷൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ തൽക്കാലം പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഐട്രേഷൻ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് വാല്യൂസ് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഇനിഷ്യലൈസിങ് ദ പാരാമീറ്റേഴ്സ് x0 ഇസ് ഈക്വൽ ടു -3 റാൻഡം പോയിന്റ് ആണ്. അതുപോലെ ഡെറിവേറ്റീവ് എടുത്തത് 2 ഇൻറ്റു എക്സ് പ്ലസ് 5. ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നതിന്റെ കേസ് എന്ന് പറയുന്നത് ഗീവ്സ് us the slope or the rate of change of function. എന്തിനാണെന്നുള്ള ഡെറിവേറ്റീവ് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ നമ്മുടെ ലേണിംഗ് റേറ്റ്, ഇതാണ് നമ്മുടെ നമ്മൾ പാരാമീറ്റേഴ്സിനെ ഇനിഷ്യലൈസ് ചെയ്ത് വെക്കുന്നത്. ദെൻ നമ്മൾ ഐട്രേഷൻ 1ലേക്ക് കിടക്കുകയാണ്. ഐട്രേഷൻ 1 ഇതാണ്. x1 is equal to x0 into learning rate into derivative of the function. Okay, x1 is equal to x0 into learning rate into derivative. അതായത് ആ ഫംഗ്ഷനെ നമ്മൾ ഓരോ പ്രാവശ്യവും ലേണിംഗ് റേറ്റ് അപ്ലൈ ചെയ്ത് റെഡ്യൂസ് ചെയ്ത് പോവാണ് അല്ലെ.
സോ നമ്മൾ ആദ്യം നമുക്ക് തുടങ്ങാൻ ഒരു പോയിന്റ് വേണ്ടോണ്ട് നമ്മൾ റാൻഡം പോയിന്റ് ചൂസ് ചെയ്തു. അതാണ് -3. -3. ദെൻ നമ്മൾ ചെയ്യുന്ന എന്താണ്? 0.01 ലേണിംഗ് റേറ്റിനെ നമ്മൾ നമ്മുടെ ലേണിംഗ് റേറ്റ് ആണ് x0 എന്ന് പറയുന്നത്. സോറി, x0 അല്ല, ലേണിംഗ് റേറ്റ് ആണ് 0.01 ഇൻറ്റു dy/dx. dy/dxനകത്ത് എക്സിന്റെ വാല്യൂ നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? -3. അപ്പൊ ഇത് നമ്മൾ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. നമുക്ക് വാല്യൂ കിട്ടുന്നു -3.04. അപ്പൊ അതിൽ ഓരോ വാല്യൂസ് എന്താണെന്നുള്ളത് ഞാൻ താഴെ ആരോ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിപ്പോ കിട്ടിയ എക്സിന്റെ പുതിയ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? x0 എന്നുള്ളത് x1 ആയി. ഇപ്പൊ നമ്മൾ പോയിന്റ്സ് അപ്ഡേറ്റ് ചെയ്യുവാണ്. നേരത്തെ -3 ആയിരുന്നത്, ഇപ്പൊ -3.04. അത് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് അത് ഗ്രോ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് -3, ഇവിടെ എന്താണ്? -3.04. ഇത് കണ്ടോ? ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ പോയിന്റ്. നമ്മൾ രണ്ടാമത് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് -3.04 കിട്ടി. ഇനി നമ്മൾ വീണ്ടും അടുത്ത ഐട്രേഷൻ ചെയ്യുകയാണ്. അടുത്ത ഐട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം -3 യൂസ് ചെയ്തെങ്കിൽ നമ്മുടെ റാൻഡം പോയിന്റ് അടുത്തത് ഏതാണ്? -3.04 ആണ്. അപ്പൊ എക്സിന് പകരം -3.04ഉം ബാക്കി സെയിം വാല്യൂസും തന്നെ കൊടുക്കുക. അന്നേരവും നമുക്ക് കിട്ടുന്നത്, നമ്മൾ നേരത്തെ -3 യൂസ് ചെയ്തിട്ട് നമുക്കിപ്പം നമ്മൾ ഒന്ന് ഡെറിവേറ്റീവ് എടുത്ത വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. -3.04 ആണ്. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വാല്യൂ കിട്ടുന്നത് -3.792. -3.792 എന്ന് പറഞ്ഞാൽ വീണ്ടും നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് ഗ്രോ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് അല്ലെ? ഇവിടെ നോക്കിയേ, ആദ്യം -3 ആയിരുന്നു, അത് -3.04, ദെൻ -3.07. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അവസാനം നമ്മൾ ഈ ഒരു ടാർഗറ്റ് വാല്യൂയിലേക്ക് എത്തുന്നു. ഇതാണ് ആക്ച്വലി ഗ്രേഡിയന്റ് ഡിസെന്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ചെറിയൊരു ന്യൂമറിക്കൽ എക്സാമ്പിൾ. അപ്പം ഇതിന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് അതിന്റെ അൽഗോരിതം ആണ് പറയുന്നത്. ഗ്രേഡിയന്റ് ഡിസെന്റ് ട്രെയിനിങ് എക്സാമ്പിൾ, ഈറ്റ ട്രെയിനിങ് എക്സാമ്പിൾസ് ഉണ്ട്. അതിന്റെ ഒരു ഗ്രേഡിയന്റ് ഡിസെന്റ് അൽഗോരിതം ആണ്. നോക്കിയേ, ഈച്ച് ട്രെയിനിങ് എക്സാമ്പിൾ ഈസ് എ പെയർ ഓഫ് ദ ഫോം എക്സ് വെക്ടർ ആണ്. ഡയറക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ വെക്ടർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ടി വേർ എക്സ് ഈസ് എ വെക്ടർ ഓഫ് ഇൻപുട്ട് വാല്യൂസ് ആൻഡ് ടി ഈസ് ദ ടാർഗറ്റ് ഔട്ട്പുട്ട് വാല്യൂ. എക്സ് ഇൻപുട്ടും ടി ഔട്ട്പുട്ടും ആണ്. അപ്പൊ ഓരോ പെയർ എക്സാമ്പിളിന്, ഓരോ ട്രെയിനിങ് എക്സാമ്പിളിന്റെ ഇൻപുട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ദെൻ ഈറ്റ ഇസ് ദ ലേണിംഗ് റേറ്റ്. നമ്മൾ ലേണിംഗ് റേറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഈറ്റ എന്നാണ്. ഇനിഷ്യലൈസ് വിത്ത് ഈച്ച് WI ടു സം സ്മോൾ, നമ്മളൊരു ചെറിയ റാൻഡം വാല്യൂസ്, അതായത് ഇപ്പൊ നമ്മൾ മുന്നോട്ട് എടുക്കാൻ പോണ എക്സാമ്പിളില് നമ്മൾ എടുക്കുന്ന റാൻഡം വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് 0, 1, 2 ആണ് നമ്മൾ എടുക്കുന്ന വാല്യൂസ്. അതായത് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് 2 കേസിലേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ W2 വരെ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. അപ്പം ഇൻ ഈച്ച് WI ടു സം സ്മോളർ റാൻഡം വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ WIനും ചെറിയ റാൻഡം വാല്യൂസ് കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്യുക. ദെൻ അൺടിൽ ദ ടെർമിനേഷൻ കണ്ടീഷൻ ഈസ് മെറ്റ്, അതായത് ടെർമിനേഷൻ, ഈ പ്രോസസ്സ് തീരുന്നവരെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം ΔWI എന്ന് പറയുന്നതിന് 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക. അതായത് നമ്മൾ ΔW0 എടുക്കും, ΔW1 എടുക്കും, ΔW2 എടുക്കും. ആദ്യം ഇവരുടെ വാല്യൂ എല്ലാം 0 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ദെൻ ഓരോ ഇൻപുട്ട് വാല്യൂവിനും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് ദ ഇൻസ്റ്റൻസ് എക്സ് വെക്ടർ ടു ദ യൂണിറ്റ് ആൻഡ് കമ്പ്യൂട്ട് ദ ഔട്ട്പുട്ട്. എന്നിട്ട് ഓരോ പ്രാവശ്യം ഇൻപുട്ട് നമ്മൾ ഈ ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. ഓരോ ഇൻപുട്ടിനും നമ്മൾ ചെയ്യുന്ന പ്രോസസ് ഇതാണ്. ΔWI ഈക്വൽ ടു ΔWI പ്ലസ് ലേണിംഗ് റേറ്റ് ഇൻറ്റു T മൈനസ് O ഇൻറ്റു XI. XI എന്ന് പറയുന്നത് അതിന്റെ ഇൻപുട്ട് ആണ്. നേരത്തെ ചെയ്ത ആ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഏകദേശം അതേ ഫോം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലെ? അപ്പൊ അതാണ് ഇത്. ഈ ജനറൽ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. ആൻഡ് ഫോർ ഈച്ച് ലീനിയർ യൂണിറ്റ് വെയിറ്റ് WI, do WI is equal to WI plus delta WI. നമ്മൾ ഫൈനൽ ചെയ്യുന്നതാണ്. ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് ഐട്രേറ്റ് ചെയ്തെടുക്കണം. ദെൻ ലാസ്റ്റ് ആണ് നമ്മൾ ΔWIയുടെ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ WI വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ ഐഡിയ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇന്ന ഒരു ഫംഗ്ഷൻ, നമ്മൾ ഇന്നൊരു വാല്യൂ ആണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു ടാർഗറ്റ് വാല്യൂ ഉണ്ട്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തൊരു വാല്യൂ ഉണ്ട്. അപ്പം ഈ പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂ ടാർഗറ്റ് വാല്യൂ ആകണം.
എന്നാൽ മാത്രമേ നമുക്ക് അവിടെ നമ്മുടെ കോസ്റ്റ് എറർ റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഗ്രേഡിയന്റ് ഡിസൈനിന്റെ മെയിൻ തീം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഫംഗ്ഷനിൽ ചെയ്യുന്നത്, നമ്മളിപ്പം പറയുന്ന നമ്മുടെ ടാർഗറ്റ്, നമ്മൾ കൊടുത്ത വാല്യൂസ് വെച്ച് നമുക്ക് ഇതാണ് ടാർഗറ്റ് കിട്ടേണ്ടത്. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന വാല്യൂസ് ടാർഗറ്റ് ഇതാണ് കിട്ടേണ്ടത്. പക്ഷെ മോഡൽ പ്രഡിക്റ്റ് ചെയ്യുന്നത് അതാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അതാകുന്നവരെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ അതിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. അതായത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, എറർ റെഡ്യൂസ് ചെയ്യുക. എന്താണ് എറർ? ടാർഗറ്റും പിന്നെ പ്രഡിക്റ്റഡ് വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ നമ്മൾ ഡിഫറൻസ് കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത്. അതായത് ശരിക്കും പറയാം, നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കണം, ആ ടാർഗറ്റ് വാല്യൂ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഫംഗ്ഷൻ നമ്മൾക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ നെക്സ്റ്റ് മോഡ്യൂളിൽ ന്യൂറൽ നെറ്റ്വർക്സിൽ പെർസെപ്ട്രോൺ ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ ഇത്ര ഓർത്ത് വയ്ക്കുക, ടാർഗറ്റ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന വാല്യൂ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുവാണെങ്കിൽ ടാർഗറ്റ് വാല്യൂ ആക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണിത്. ഓക്കെ, നോക്കാം ഒരു എക്സാമ്പിള്. നമുക്കൊരു ട്രൂത്ത് ടേബിൾ ആണ് തന്നിരിക്കുന്നത്. എക്സോറിന്റെ x1 x2 x1 ഓർ x2 കണ്ടാൽ അറിയാം 0 0. അതായത് സെയിം ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും, ഡിഫറെന്റ് ഇൻപുട്ട് ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 കിട്ടുള്ളൂ. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ചെറിയ വാല്യൂസിനെ നമ്മൾ എന്തിന് വെയിറ്റ്, ഈ W എന്ന് ഉദ്ദേശിക്കുന്ന വെയിറ്റ് ആണ് കേട്ടോ. W0 W1 W2 എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. W0നെ ഇനിഷ്യൽ വാല്യൂനെ -0.3 എന്നും W1 W2 0.5 നമ്മുടെ ലേണിംഗ് റേറ്റ് 0.5 x0ന്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ ഇനിഷ്യൽ വാല്യൂ നമ്മൾ x0നെ 1 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആണ് കേട്ടോ. ഇനി നമ്മൾ സൊല്യൂഷൻ, നമ്മുടെ ഇക്വേഷനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, ഇതിന്റെ എല്ലാം നമ്മൾ സം എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് സിഗ്മ WI xi ഈസ് ഈക്വൽ ടു W0 പ്ലസ് W1 x1 പ്ലസ് W2 x2. ഇതിന്റെ എല്ലാം സം നമ്മൾ എടുത്തെടുത്താണ് പോകുന്നത്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം, നമുക്ക് എത്ര വാല്യൂസ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. W0 കണ്ടുപിടിക്കണം, W1 കണ്ടുപിടിക്കണം, W2 കണ്ടുപിടിക്കണം. കാര്യം നമുക്ക് ഇവിടെ x1 ഉം x2 ആണ്, രണ്ട് ഇൻപുട്സ് ആണ് കൊടുത്തേക്കുന്നത്. സോ W0 പ്ലസ് W1 x1 പ്ലസ് W2 x2 ഇത്രയും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ആദ്യം ഡെൽറ്റ WI നോക്കാം. ഡെൽറ്റ WI നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നത് 0 ആയിട്ടാണ്. ഇനി ഫസ്റ്റ് പോയിന്റ് എടുക്കുക, x1 0യും x2 0യും. ഇനിഷ്യലി ഡെൽറ്റ W0 എന്ന് പറയുന്നത് 0 ആക്കണമെന്ന് നമ്മൾ അൽഗോരിതത്തിൽ ഓൾറെഡി പറഞ്ഞതാണ്. സോ അത് നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ദെൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു, നോക്കിയ ഇക്വേഷൻ നോക്കിയ ഡെൽറ്റ WI പ്ലസ് ഈറ്റ ടി മൈനസ് 0 xi. ഇപ്പൊ ഡെൽറ്റ W0ന്റെ കേസിലാണെങ്കിൽ ഡെൽറ്റ W0 പ്ലസ് ഈറ്റ പ്ലസ് ടി മൈനസ് 0 ഇൻറ്റു x0 എന്നാണ് വരേണ്ടത്. ഇവിടെ നോക്കുക, നമുക്ക് W0 നമ്മൾ ഇനിഷ്യലി നമ്മൾ ഇത്ര വാല്യൂ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ക്വസ്റ്റ്യനിൽ കണ്ടോ. W0 ഈസ് ഈക്വൽ ടു -0.3. അത് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ W1 ഇൻറ്റു x1. W1 എന്താണ്, ആദ്യത്തെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അതായത് സിഗ്മ WX, W0ന്റെ വാല്യൂ കൊടുക്കുന്നു. W1 x1, W1 എത്രയാണ് 0.5, x1 എത്രയാണ് 0. അപ്പം 0.5 ഇൻറ്റു 0 അല്ലേ, 0.5 ഇൻറ്റു 0 ഇവിടെ കിടക്കുന്ന കണ്ടോ, 0.5 ഇൻറ്റു 0. അടുത്തത് W2 x2, W2 0.5 ആണ്, റെഡ്യൂസ് ചെയ്യും. W2 0.5 ആണ്, x2 0 ആണ്. സോ അത് രണ്ട് 0 ആയിപ്പോയി. ബാക്കി എത്ര മാത്രമേ ഉള്ളൂ, -0.3. അപ്പൊ അതാണ് നമ്മുടെ സം ഓഫ് വെയിറ്റ് ടു കറസ്പോണ്ടിങ് ഇൻപുട്സ് വാല്യൂ വരുന്നത്. ഇനി നമ്മൾ ഡെൽറ്റ W0 കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഡെൽറ്റ W0ക്ക് നമ്മൾ ആദ്യം ഇനിഷ്യലി W0 0 ആക്കിയാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് 0 പ്ലസ് ഈറ്റ ലേണിംഗ് റേറ്റ് 0.5 ആണ്, 0.5 കൊടുക്കുന്നു. ഇനി അതിന്റെ ടി എന്ന് പറയുന്നത് അതിന്റെ ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ട് മീൻസ് അപ്പൊ ടി എന്ന് പറയുന്നത് അതിന്റെ ഔട്ട്പുട്ട് ആയിരുന്നു. നമ്മൾ പറഞ്ഞതാണ് ടി ഔട്ട്പുട്ട് 0 മൈനസ് ടി മൈനസ് 0. ടി മൈനസ് 0 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, xi വാല്യൂ കൊടുത്തിരിക്കുന്നത് എന്താണ്, -0.3. അതായത് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഈ വാല്യൂ ആണ് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. സോ ടി എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ട്രൂത്ത് ടേബിളിൽ ഔട്ട്പുട്ട് ആണ്. അത് 0 മൈനസ് -0.3. മൈനസ് ഇവിടെ പ്ലസ് ആകും. സോ 5 3s are 15.15 ആണ് അവിടെ
വാല്യൂ വരുന്നത്. ഇനി നമുക്ക് അതിന്റെ W1 W2 കാൽക്കുലേറ്റ് ചെയ്യണം. W1 കാൽക്കുലേറ്റ് ചെയ്യാൻ ഡെൽറ്റ W1 ഡെൽറ്റ W2 ഇനിഷ്യലി ആദ്യം കൊടുക്കുന്ന വാല്യൂസ് 0 ആണെന്ന് ഞാൻ ഓൾറെഡി അൽഗോരിതത്തിൽ പറഞ്ഞായിരുന്നു. ഇനി ഇവിടെ നോക്കാം, ഡെൽറ്റ W1 പ്ലസ് ലേണിംഗ് റേറ്റ് 0.5 ആണ് ഇൻറ്റു ടി മൈനസ് ഒ ഇൻറ്റു x1. ഇവിടെ x1 ഉം x2 എന്താണ്? 0 ആണ് അല്ലേ? ഇവിടെ നോക്കിയേ, x1 ഉം x2 ഉം ആദ്യത്തെ കേസ് 0 അല്ലേ? ആദ്യത്തെ കേസ് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 0 അവിടെ അപ്ലൈ ചെയ്യുന്നു. 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ W1 ഡെൽറ്റ W2 ഇനിഷ്യലി 0 ആയതുകൊണ്ട് അത് രണ്ടും 0 ആണ്. ബാക്കി ഈ ടേം മൊത്തവും 0 ആയി പോവും, ഈ ടേം മൊത്തവും 0 ആയി പോവും. സോ നമ്മുടെ ഡെൽറ്റ W1 W2 അപ്ഡേറ്റഡ് ആയിട്ട് വന്ന വാല്യൂ വീണ്ടും എന്ത് തന്നെയായിപ്പോയി? 0 ആയിപ്പോയി. ഇനി ഈ സെയിം പ്രോസസ്സ് നമ്മൾ എല്ലാ വാല്യൂസിനും വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ അടുത്തത് 0 0 കഴിഞ്ഞ് അടുത്ത 0 1 0 1 ആകുമ്പോൾ ഔട്ട്പുട്ട് 1 ആയിരിക്കും. നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? സിഗ്മ WXI കാൽക്കുലേറ്റ് ചെയ്യുന്നു. W0 പ്ലസ് 0.5 ഇൻറ്റു 0 പ്ലസ് 0.5 ഇൻറ്റു ഇവിടെ എന്താണ്? 1 ആണ്. 1 വന്നുകൊണ്ട് ഇവിടെയും 1 വന്നു. എന്നിട്ട് ഇതിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. അത് നമുക്ക് 0.2 ആണ് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും ഡെൽറ്റ W0 ഡെൽറ്റ W1 ആൻഡ് ഡെൽറ്റ W2 കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഡെൽറ്റ W0 0.15 ആണ്. കാര്യം എന്താന്ന് വെച്ചാൽ തൊട്ട് മുകളിൽ ആദ്യം 0 ആയിരുന്ന സാധനം നമുക്ക് എന്തായിട്ട് കിട്ടി? ഡെൽറ്റ W0 ഇവിടെ നമുക്ക് വാല്യൂ അപ്ഡേറ്റഡ് ആയി 0.15. ഇവിടെ 0 കിട്ടിയത് കൊണ്ടാണ് ഈ വാല്യൂസിന് ഇപ്പോഴും മാറ്റം ഇല്ലാത്തത് കേട്ടോ. സോ എന്ത് വരുന്നു? ഡെൽറ്റ W0 എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ആ വാല്യൂ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വാല്യൂ ഇവിടോട്ട് പാസ് ചെയ്യുന്നു. ഇനി ഇവിടുത്തെ ഔട്ട്പുട്ട് 0യും 1ന്റെ ഔട്ട്പുട്ട് 1 ആണ്. സോ 1 മൈനസ് ഈ വാല്യൂ 0.2 കൊടുക്കുന്നു ഇൻറ്റു എന്താണ്? x1 ആണ് കൊടുക്കുന്നത്. x1 കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് 1 ആണ് കിട്ടുന്ന വാല്യൂ. സോ 0.15 ഇൻറ്റു 1 മൈനസ് 0.2 ഇസ് ഈക്വൽ ടു എത്ര കിട്ടുന്നു? 0.25 കിട്ടുന്നു. ഇനി നെക്സ്റ്റ് കേസിൽ നോക്കുക, ഡെൽറ്റ W1 പ്ലസ് ഈറ്റ ഇൻറ്റു ടി മൈനസ് 0 x1. നമ്മൾ ഈ വാല്യൂസ് വീണ്ടും എന്ത് ചെയ്യുന്നു? സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പൊ നമുക്ക് ഡെൽറ്റ W1 വീണ്ടും 0 ആണ് കിട്ടുന്നത്. പക്ഷെ ഡെൽറ്റ W2 നമുക്ക് അപ്ഡേറ്റഡ് ആയി 0.40. അപ്പൊ അടുത്ത ഇക്വേഷനിൽ എന്ത് ചെയ്യും? ഡെൽറ്റ W0ന്റെ സ്ഥാനത്ത് 0.25 ഇടും, 1ന്റെ സ്ഥാനത്ത് 0 ഇടും, 2ന്റെ സ്ഥാനത്ത് 0.40 ഇടും. ആണ് 10ന്റെ കേസിൽ വരുന്നത്. സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ഡെൽറ്റ W0 ഈസ് ഈക്വൽ ടു 0.2x പ്ലസ് 0.5 ഇൻറ്റു 1 മൈനസ് 0.2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 0.65. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, ആൻസർ കിട്ടും. എന്നിട്ട് ഡെൽറ്റ 1ഉം ഡെൽറ്റ W0 കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഡെൽറ്റ 1 കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഡെൽറ്റ W1 കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഡെൽറ്റ W2 കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് 0.40 ആണ് രണ്ടിനും കിട്ടുന്ന വാല്യൂ. അത് നമ്മൾ അടുത്ത ലാസ്റ്റ് പോയിന്റ് 11ലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. അപ്പോൾ ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസേഴ്സ് ഡെൽറ്റ W0 എന്ന് പറഞ്ഞാൽ 0.7, ഡെൽറ്റ W1 0.05, ഡെൽറ്റ W2 0.05. ഇത്രയാണ് നമുക്ക് കിട്ടുന്ന വാല്യൂസ്. ഇനി നമ്മുടെ അൽഗോരിതത്തിലെ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മളെല്ലാം കൂടെ സം ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? സം ചെയ്യുമ്പോൾ ആദ്യം W0 ഈക്വൽ W0 പ്ലസ് ഡെൽറ്റ W0. ആദ്യത്തെ വാല്യൂ എന്തായിരുന്നു? W0ന്റെ മൈനസ് 0.3 പ്ലസ് 0.7. നമുക്ക് ആ വാല്യൂ കിട്ടുന്നു. 0.3യും 0.7 എവിടുന്ന് കിട്ടിയെന്ന് പറയാം. അതായത് 0. ഫൈനൽ വാല്യൂ ആണ് 0.3. സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നായിരുന്നു? സ്റ്റാർട്ട് ചെയ്ത വാല്യൂ ഇതാണ്. W0ന്റെ സ്റ്റാർട്ട് ചെയ്ത വാല്യൂ ഇതായിരുന്നു. സോ ആ വാല്യൂ ഇട്ട് കൊടുക്കുന്നു, പ്ലസ് എന്തും കൂടെ കൊടുക്കുന്നു, അതിന്റെ ഫൈനൽ വാല്യൂ, അതായത് ഡെൽറ്റ W0ന്റെ വാല്യൂ. ഡെൽറ്റ W0 ഇപ്പൊ എത്തി നിൽക്കുന്നത് 0.7ലാണ്. സോ മൈനസ് 0.3യും 0.7ഉം കൂടെ കൊടുക്കുമ്പോൾ 0.5 കിട്ടി. ഇനി W1ന്റെ ഡെൽറ്റ W1 എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്തിരുന്ന വാല്യൂ 0.5ഉം W2ന്റെ നമ്മൾ സെറ്റ് ചെയ്തിരുന്നത് 0.5 ആണ്. അത് രണ്ടും കൊടുക്കുന്നു. ഡെൽറ്റ W1ഉം ഡെൽറ്റ W2ഉം കൂടെ നമ്മൾ കൊടുക്കുമ്പോൾ 0.05ഉം 0.5. അത് നമുക്ക് കിട്ടുന്ന വാല്യൂ 0.55ഉം 0.55ഉം ആണ് കിട്ടുന്നത്. ആദ്യത്തെന്ന് പറയാൻ നമ്മൾ ഈ വാല്യൂസ് എല്ലാം നമ്മൾ ആദ്യം W0 ഇതാണ്, W1 W2 നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് കൊടുത്ത വാല്യൂസ് ആണ് ഈ കിടക്കുന്നത്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ഡെൽറ്റ വാല്യൂസ് ആണ്. ഓരോ പ്രാവശ്യം ഇൻക്രിമെന്റ് ചെയ്ത് വന്ന് ഈ വാല്യൂസിലാണ് എത്തി നിൽക്കുന്നത്. പിന്നെ നിങ്ങൾ നോക്കുക, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂ, നമ്മൾ ആദ്യം നമുക്ക് ടാർഗറ്റ് കിട്ടേണ്ടത് -0.3 ആണ്. പക്ഷെ ഇവിടെ കിട്ടിയിരിക്കുന്നത് 0.05 ആണ്. നോക്കുക, നെക്സ്റ്റ് നോക്കുക. അപ്പൊ ഈ ഒരു കേസ് നമ്മൾ തുടങ്ങുന്ന കേസാണ്. ഇതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തെടുത്ത W1 ഉം W2ന്റെയും വാല്യൂസ്, ഇത് നമ്മൾ 0.5ഉം
0.5 ആണ് സെറ്റ് ചെയ്തത്. പക്ഷെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പം ഒരു 0.05ന്റെ ഡിഫറൻസ് വന്നു ഇല്ലേ? സോ നമുക്ക് ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 2-3 ഐട്രേഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റും? 0.5ലേക്ക് എത്താൻ പറ്റും. അപ്പൊ സോ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞ ടാർഗറ്റ് വാല്യൂ എത്തുന്നവരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ഗ്രേഡിയന്റ് ഡെസെർട്ട് എന്ന് പറയുന്നത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.